ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കടലമുട്ടായി എങ്ങനെ ഉണ്ടാക്കാമെന്നല്ലോ, വീട്ടിൽ വെച്ചിട്ട് എങ്ങനെ കടലമുട്ടായി ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഒരു വെറും 15 മിനിറ്റ് ഉണ്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതുക്കും മേലുള്ള ഒരു ടേസ്റ്റുള്ളൊരു കടലമുട്ടായി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. വെറും 15 മിനിറ്റ് ഉണ്ടാവും. രണ്ട് ഐറ്റംസ് വെച്ചിട്ടുണ്ടാവും. കടലല്ലാതെ കടലമുട്ടായി ഉണ്ടാവില്ലല്ലോ, ശർക്കരയും വെച്ചില്ല. 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കടലമുട്ടായി ഉണ്ടാക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോരിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടാണ് പോകാൻ. ഓക്കെ, അപ്പോൾ കടലമുട്ടായി ഉണ്ടാക്കേണ്ട ആദ്യത്തെ ഐറ്റംസാണ് ഈ വറുത്തുകൊണ്ടിരിക്കുന്ന സംഭവം. കടല വറുക്കാത്ത കടലാണെങ്കിൽ ഉപ്പിട്ടാണ്ട് കടല വറുക്കുക, അല്ലെങ്കിൽ മണൽ നിങ്ങൾ പോയാണ്ട് ചാടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പുകൊണ്ട് വറുത്താലും മതി, അടിപൊളിയാവും. എന്നിട്ട് അതേപോലെ അത് അടിപൊളിയായിട്ട് ഉപ്പൊക്കെ മാറ്റി കടല മാത്രം വേർതിരിച്ചെടുക്കുക നമുക്ക് ആദ്യം. അങ്ങനെ വേർതിരിച്ച കടലൻ്റെ തോടൊക്കെ അതായത് അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റണം. ഇതേപോലെ ഈ കുട്ടി കാട്ടി മഴണ മാതിരി അടിപൊളിയായിട്ട് ഇങ്ങനെ ചേറി കളയണം തൊലി മുഴുവൻ. ഇനി അടുത്ത ഐറ്റംസാണ് നമ്മളെ ശർക്കര. ശർക്കര ഇതേമാതിരി അമ്മിക്കുട്ടി കൊണ്ട് ഇടിച്ച് പരത്തിയത് പൊടി രൂപത്തിലാക്കണം. ചേരണ്ടാൻ നിൽക്കണ്ട, പുതിയ ഐഡിയ വേണമെങ്കിൽ പഠിച്ചോളി. ഇതേപോലെ കവറിൽ വെച്ച് ഇടിച്ച് പരത്തുക, ചമ്മന്തി ആക്കാന്ന് അറിയില്ലേ. ആ ശർക്കര നമ്മളെ മെയിൻ കൂട്ട് സംഭവം. കവറയിൽ പെടണ നോക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യം. ആ ഇടിച്ച് പറ്റിയ ശർക്കര ചട്ടിയിൽ വെച്ചേണ്ടത് കുറച്ച് പഞ്ചസാര, 2-3 എത്ര മധുരം നിങ്ങൾക്ക് വേണോ അത്ര അനുസരിച്ച് പഞ്ചസാര ചേർക്കാം. കുറച്ച് വെള്ളം, ചട്ടി മുഴുവൻ വെള്ളം പാരണ, കുറച്ച് വെള്ളം പാരുന്ന മതി. ഒന്ന് തിളക്കാല വെള്ളം. അങ്ങനെ നന്നായിട്ട് ശർക്കരയൊക്കെ ഉടച്ചെടുക്കുക. ശർക്കര നല്ല ഉടച്ചെടുത്തേണ്ടത് വെള്ളവുമായിട്ട് ലയിക്കണ സംഭവം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുണ്ടല്ലേ അടി പിടിച്ച സംഭവം. അങ്ങനെ തിളച്ച് വരും സംഭവം. ഇതിലാണ് ഈ ശർക്കര ഉരുക്കണയിലാണ് സംഭവം മെയിനായിട്ട് നോക്കേണ്ടത്. അതേമാതിരി ഇങ്ങനെ ഉരുകി അതൊരു നല്ല തിക്നെസ്സായിട്ട് വരുന്ന ടൈം വെള്ളത്തിൽ ഒറ്റിച്ചാരിയ സംഭവം അതിൻ്റെ തിക്നെസ് ആയോ അല്ലെന്നില്ല. കല്ല് പോലെ ആവും വെള്ളത്തേക്ക് ഒറ്റിച്ച് കഴിഞ്ഞാലും. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം സംഭവം, അല്ല അടി പിടിച്ച സംഭവം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്കതാ പ്ലേറ്റിക്ക് കുറച്ച് നെയ്യൊക്കെ വെച്ച് നെയ്യ് വെച്ചിട്ടില്ലെങ്കിൽ കടലാക്കി കടലമുട്ടായി ഉണ്ടാക്കാമല്ലോ. അതിന് നെയ്യൊക്കെ തേച്ച് പ്ലേറ്റിലൊക്കെ ഒന്നായിട്ട് പരത്തി, അല്ലെങ്കിൽ അടി പൊടിക്കും സംഭവം. അപ്പോൾ സംഭവം നമ്മളെ ശർക്കര ശരിയായിട്ടുണ്ടല്ലേ, ഇതേപോലെ കല്ല് രൂപം ഉണ്ടാവും. ഇനി നമുക്കത് നെയ്യ് പരട്ടിയ പ്ലേറ്റിക്ക് നമ്മളെ കടല ഇടുക. കടല ഇട്ട് കഴിഞ്ഞിട്ട് സംഭവം പരത്തി വെക്കുക സംഭവം. എന്നിട്ട് അതിൻ്റെ മേൽക്കാണ് നമ്മൾ ശർക്കര ഒഴിക്കേണ്ടത്. ശർക്കര ഒരുക്കിയ സംഭവം ഇതേപോലെ ഒഴിക്കേണ്ടതാ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ സംഭവം. മിക്സാക്കുക, നന്നായിട്ട് മിക്സ് ആവണം. ഇനി ഇങ്ങനെ മിക്സായിട്ട് നിങ്ങൾക്ക് ഏത് രൂപത്തേക്കാണ് കടലമുട്ടായി ആക്കേണ്ട ആ രൂപത്തേക്കാക്കി ഷേപ്പാക്കി വെക്കുക. നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് പെട്ടെന്നിൽ ചെയ്യണം, അല്ലെങ്കിൽ അടി പിടിക്കുന്ന സംഭവം. നമ്മളിതാ കടലമുട്ടായി റെഡി ആയിട്ടുണ്ട് സംഭവം. കടലമുട്ടായി ഉണങ്ങണതിൻ്റെ മുമ്പ് നമ്മൾ കഷ്ണങ്ങളാക്കി പീസാക്കി മാറ്റണം. നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഫാനിൻ്റെ ചോട്ട് കൊണ്ടേക്കാം, അല്ലെങ്കിൽ കുറേ ടൈം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ കടലമുട്ടായി ആയിട്ടുണ്ട്, ഉണങ്ങി സെറ്റായിട്ടുണ്ട് അല്ലേ, പീസായി പോയിരുന്നു. അപ്പോൾ ഇതേപോലെയാണ് കടലമുട്ടായി ഉണ്ടാക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.